നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. VM വിനുവിന്റെ വോട്ടിൽ വിവാദം കൊഴുക്കുന്നു. 2020 വോട്ടർ പട്ടികയിൽ പേരില്ല, വോട്ട് ചെയ്തുവെന്ന് വിനു. ഞാൻ വോട്ട് ചെയ്തതാണ്. എന്റെ കൗൺസിലർ മത്സരിച്ചിരുന്നത് രാജേഷാണ്. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എന്റെ വൈഫ് വോട്ട് ചെയ്തതാണ്. പിന്നിൽ ഗൂഢാലോചനയെന്ന് കോൺഗ്രസ്. വോട്ട് വെട്ടിയതിൽ വൈഷ്ണ സുരേഷിന്റെ ഹിയറിംഗ് അല്പസമയത്തിനകം. SIR-നെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ തടയണമെന്ന ആവശ്യം. SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളും ഒരേ സമയം നടത്തുന്നത് ഭരണ സംവിധാനം സ്തംഭിപ്പിക്കുമെന്നും കേരളം. KPCC-യും ഹർജി നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാലക്കാട് BJP-യിൽ പൊട്ടിത്തെറി. C. കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരൻ. ഇവിടെ തന്നെ പൊതുവെ ജനങ്ങൾക്ക് അറിയാലോ, ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത എന്നുള്ളത്. 13-ലും 14-ലും, അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. എല്ലാവർക്കും സ്ഥിരമായി സീറ്റ് നൽകാനാകില്ലെന്ന് K. സുരേന്ദ്രൻ. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി എറണാകുളം കോൺഗ്രസിൽ തർക്കം. തിരുവല്ലയിൽ കോൺഗ്രസിൽ കൂട്ടരാജി. ചെങ്കോട്ട സ്ഫോടനത്തിന് മുൻപുള്ള ഉമർ നബിയുടെ വീഡിയോ പുറത്ത്. ചാവേർ ആക്രമണങ്ങളെ ന്യായീകരിച്ച ഉമർ. ആക്രമണത്തിൽ അന്വേഷണം ശക്തം. മാവോയിസ്റ്റ് കമാൻഡർ മാധ്വി ഹിദുമ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. സുരക്ഷാസേന വധിച്ചത് ദന്തേവാഡ അടക്കം 26 ആക്രമണങ്ങളുടെ സൂത്രധാരനെ. ബീഹാറിലെ വൻ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യമുലയുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് പാർട്ടികൾ. ബീഹാറിൽ NDA നിയമസഭാ കക്ഷിയോഗം ഇന്ന്. കുടുംബകാര്യങ്ങൾ വീട്ടിൽ പരിഹരിക്കുമെന്ന് ലാലു. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടുനൽകുമോ എന്നതിൽ ആകാംക്ഷ. വിട്ടുനൽകണമെന്ന് ബംഗ്ലാദേശ്. ഇല്ലെങ്കിൽ ഇന്ത്യയോടുള്ള ഇടപെടൽ മോശമാകുമെന്ന് മുന്നറിയിപ്പ്. കരുതലോടെ വിഷയം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ. ബംഗ്ലാദേശിൽ ആക്രമണം വ്യാപകം. ഒരാൾ കൊല്ലപ്പെട്ടു. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ദർശനത്തിനായി കാത്തുനിൽക്കുന്നത് മണിക്കൂറുകൾ. സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് പരാതി. பாட்டில் கிடையாது இந்த சன்னிதானத்துல. சொல்லுங்க, எத்தனை வருஷமா வரோம்? No queue, no support, no food. Past 2 hours are waiting the queue. Management சரியில்லை. நேத்து yesterday evening 1:30 I came to line. Just now I came here. Even I have not take water. അപ്പാച്ചിമേട്ടിൽ ഭക്ത കുഴഞ്ഞു വീണ് മരിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേര് ഒഴിവാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയാണെന്ന കോൺഗ്രസ് വാദം പൊളിയുന്നു. VM വിനു താമസിക്കുന്ന മലാപ്പറമ്പ് ഡിവിഷനിൽ 2020-ലും വിനുവിന് വോട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തുവെന്ന് ആവർത്തിക്കുകയാണ് വിനു. VM വിനു എന്ന് പറഞ്ഞ ഒരാള് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്ന് പറയാം എന്നൊരു അവസ്ഥയിലേക്ക് വരില്ലേ? ഉറപ്പല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ മനുഷ്യരോട് ഉണ്ടായിട്ടില്ല. ഈ ഭൂമി അങ്ങനെ പലതിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ 18 ഇനി എൻ്റെ നീക്കം 18 വയസ്സിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ടവകാശം കൃത്യമായി കിട്ടാനില്ല. ആ പോരാട്ടത്തിൽ ഞാൻ നീങ്ങും. ഞങ്ങൾ കലക്ടർ നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പോയ പ്രതി സംഘത്തോടും MK രാഘവന്റെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ലെന്നും വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ERO-വിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷയുമായി ERO-നെ കാണാം. 18 വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതർത്ഥം ഞങ്ങൾ വിശ്വസിക്കണം? വോട്ടർ പട്ടികയിൽ പേരുന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, ഏതൊരാളുടെയും അവകാശമാണ്. ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടുമെന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല. ബട്ട് ഇറ്റ് ഇസ് എ ലെസൺ, പാഠമാണ്, സംശയമില്ല. ശരി, വോട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയ കോൺഗ്രസ് വിനുവിനെ അവഹേളിക്കുകയാണെന്നാണ് CPM-ന്റെ വിമർശനം. നിയമപ്രകാരം അല്ലാതെ ഇനി വോട്ട് ചേർത്താൽ എതിർക്കുമെന്ന CPM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പ്രതികരിച്ചു.
ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും വോട്ടർ പട്ടിക പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ എനിക്ക് വോട്ടുണ്ടോ എന്ന് നോക്കില്ലേ? അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയില്ലേ? ബിനുവിനെ സംബന്ധിച്ച് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2020 അയാൾ വോട്ട് ചെയ്തിട്ടില്ല. 2020 വോട്ടർ പട്ടികയിൽ അയാൾക്ക് വോട്ടില്ല. ഇനി കോൺഗ്രസിന് അതുമാത്രമാണ്. ഇപ്പോൾ 19-ാം വാർഡിലെ ബിന്ദുവിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവർ വോട്ടൊക്കെ ചോദിച്ച് നടന്നിരിക്കുന്നത്. അവർക്ക് വോട്ടില്ല എന്നാണ് ഇന്നത്തെ പത്രം പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇതൊന്നും അതിലൊരു പ്രശ്നമൊന്നുമല്ല. ഇതൊന്നല്ല അവരുടെ അജണ്ട. ഇതിനിടെ മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ സ്ഥാനാർത്ഥിക്കും വോട്ടില്ലാത്തത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. തന്റെ വോട്ട് വെട്ടിമാറ്റിയതാണെന്നാണ് ബിന്ദുവിന്റെ ആരോപണം. എന്താ സംഭവിച്ചേക്കുന്നത്? അടുത്തോട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, വീട്ടിൽ ബാക്കിയുള്ള ആളുകൾക്ക് വോട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്? ഞാൻ 2024 വരെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കാൻ സമയത്താണ് എന്റെ വോട്ടില്ല എന്ന് അറിഞ്ഞത്. കഴിഞ്ഞ തവണ എവിടെ വോട്ട് ചെയ്തത്? ഒക്കെ ചെവായിരുന്നു. VM വിനുവും ബിന്ദുവും ഇതിനിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിക്ക് പരാതി നൽകി. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. തിരുവനന്തപുരത്തെ പ്രശ്നം അതൊന്ന് പരിഹരിച്ച് വരികയായിരുന്നു. കോടതിയൊക്കെ ഇടപെട്ടു ആ വിഷയത്തിൽ കാര്യമായി. പക്ഷേ കോഴിക്കോട് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണെന്ന് തോന്നുന്നു, അല്ലേ? തിരുവനന്തപുരത്തിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു സാഹചര്യമാണ് കോഴിക്കോട് നിലനിൽക്കുന്നത്. കാരണം 2020 VM വിനുവിന് വോട്ടുണ്ടായിരുന്നില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ VM വിനു ആവർത്തിച്ച് പറയുന്നത് താൻ ഭാര്യയോടൊപ്പം പോയി വോട്ട് ചെയ്തിരുന്നു എന്നാണ്. അത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അല്പസമയം മുമ്പ് VM വിനുവും ബിന്ദുവും 2 സ്ഥാനാർത്ഥികളാണ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത്. അവർ രണ്ടുപേരും കോർപ്പറേഷനിലെത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിലും 2020 VM വിനുവിന് കോർപ്പറേഷനിൽ വോട്ടുണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായ പരിശോധന 2020 വോട്ടർ പട്ടികയിൽ നടത്താൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരു വാർഡിൽ അല്ല എങ്കിൽ ചിലപ്പോൾ മറ്റ് വാർഡുകളിലൊക്കെ ഈ ചിതറി വോട്ടുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു വാർഡിലെ തന്നെ പല ബൂത്തുകളിലായി വോട്ടുകൾ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രാഥമിക പരിശോധനയിൽ അദ്ദേഹത്തിന് വോട്ടില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം ഈ ഒഴിവാക്കൽ പട്ടിക 2020 ശേഷം 3-4 തവണ ഈ പട്ടിക പുതുക്കിയിട്ടുണ്ട്. ആ തവണ ഒഴിവാക്കിയ ആളുകളുടെ പട്ടികയിലൊന്നും, അതായത് മരിച്ചുപോയവർ, വിവാഹം കഴിച്ച സ്ഥലത്തു നിന്നും പോയവർ, താമസം മാറ്റിപ്പോയവർ, അങ്ങനെയൊക്കെ ഈ ഒഴിവാക്കൽ പട്ടിക പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒഴിവാക്കൽ പട്ടികയിലും VM വിനുവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒപ്പം ആരെങ്കിലും ഈ പരാതി നൽകി എന്ന രീതിയിലും VM വിനുവിൻ്റെ പേര് ഒഴിവാക്കിയിട്ടില്ല. അതായത് സാങ്കേതിക തകരാറുകൾ മൂലമാവാം 2020 ഒരുപക്ഷെ VM വിനു വോട്ടർ പട്ടികയിൽ ഉണ്ടാവാതിരുന്നത്. പക്ഷേ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പിന്നീട് 5 വർഷം സമയം ലഭിച്ചിട്ടും കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സെപ്റ്റംബറിലും നവംബറിലും അവസരമുണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ, ഒഴിവാക്കിയെങ്കിൽ പുനഃസ്ഥാപിക്കാൻ. പക്ഷേ അപ്പോഴും വിനു ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ അവസ്ഥയിൽ കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ നിലവിലെ പ്രാദേശികമായ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. കോടതിയെ സമീപിക്കും എന്നാണ് VM വിനു അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനൊക്കെയുള്ള ഒരു ഒരുക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മറുവശത്ത് നിയമാനുസൃതമായി ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല എന്നാണ് CPM പറയുന്നത്. അത്തരത്തിൽ വോട്ട് ചേർത്താൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് CPM അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു പോരാട്ടത്തിൻ്റെ മുഖം തന്നെയാണ് തുറന്നിരിക്കുന്നത്. കാരണം കോർപ്പറേഷനിൽ VM വിനുവിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ടില്ലാത്ത സാഹചര്യം. അതുകൊണ്ട് തനിക്ക് ഇനി വോട്ടില്ലാത്ത ഒരു സാഹചര്യം വന്നാലും മറ്റു വാർഡുകളിൽ ഊർജിതമായി തന്നെ പ്രചരണത്തിനിറങ്ങും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ ബിനുവും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. രഞ്ജിത്ത്, അതാണ് കോഴിക്കോട്ടെ സാഹചര്യം. ഏതായാലും കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലേക്ക് കോഴിക്കോട് എത്തുന്നുവെന്ന കാര്യത്തിൽ സംശയമില്ല. ആ പ്രശ്നം ഇനി എങ്ങനെ പരിഹരിക്കുമെന്നുള്ള ആലോചനയിലാണ് നേതാക്കൾ. വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കപ്പെട്ട തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് മത്സരിക്കുന്നതിൽ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർക്ക് മുൻപാകെ വൈഷ്ണ ഹിയറിംഗിന് ഹാജരാകും. ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈഷ്ണയ്ക്ക് അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് ജില്ലാ കളക്ടർ വിഷയത്തിൽ തീരുമാനമെടുക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഇന്നലത്തെ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളാണ് വൈഷ്ണയ്ക്ക് അനുകൂലമായി ഉള്ളത്. അതനുസരിച്ചുള്ള ഒരു തീരുമാനം കളക്ടർ എടുക്കും എന്ന് കരുതാം, അല്ലേ?
തീർച്ചയായും അത്തരത്തിലൊരു അനുകൂല തീരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പും ഒപ്പം വൈഷ്ണയും ഇപ്പോൾ വീണ്ടും ഇത്ര സജീവമായി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുട്ടട ഇവർ കോൺഗ്രസിന്റെ ഓഫീസിന് മുൻപിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷം നടത്തിയത് തന്നെ. ഇന്ന് 3 മണിക്കാണ് കളക്ടർ വിളിച്ചു ചേർത്ത ഹിയറിംഗ് ഉള്ളത്. അതിൽ പരാതിക്കാരനും വൈഷ്ണയും രണ്ടുപേരും നിർബന്ധമായി പങ്കെടുക്കണമെന്ന് കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. ഇതിൽ ഈ ഒരു ഹിയറിംഗിന് ശേഷമുള്ള തീരുമാനമായിരിക്കും നിർണായകമാവുക. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കളക്ടറുടെ ഭരണാധികാരിയായിട്ടുള്ള കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടു തന്നെയായിരുന്നു ഇന്നലെ അടക്കം സജീവമായി ഇത്തരത്തിൽ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഈ ഒരു സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് വൈഷ്ണവ് ഇറങ്ങിയത്. ഇന്നത്തെ ഹിയറിംഗ് വളരെ പ്രധാനമാണ്. ഈ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം നിഷേധിക്കരുത് എന്നൊരു കോടതിയുടെ പരാമർശം നിലനിൽക്കെ തന്നെ ഈ ഒരു കളക്ടറുടെ ഒരു തീരുമാനം അനുകൂലമാകാൻ തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ ഇതിൽ പരാതിക്കാരൻ ഇതിനു മുൻപ് നടത്തിയ ഹിയറിംഗിൽ പങ്കെടുത്തിട്ടില്ല എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ രേഖകളുമായി ഈ ഒരു ഹിയറിംഗിൽ പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയായാലും കോടതിയുടെ ഒരു അനുകൂല നിലപാട് നിലനിൽക്കെ തന്നെ ഇതിൽ കൂടുതൽ സാധ്യത ഈ വൈഷ്ണയ്ക്ക് ഈ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പും ഒപ്പം സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണയും മുൻകൂട്ടി കാണുന്നത്. ഇതിൽ 3 മണിയോടുകൂടി ഹിയറിംഗ് ഹാജരാകും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാഴാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹിയറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം കളക്ടറുടെ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അത് വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ട് തന്നെ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോയിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. സി കൃഷ്ണകുമാറിനെതിരെ കടുത്ത വിമർശനവുമായി ഇന്ന് പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്ത് വന്നു. നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമാണ് എന്നാണ് പ്രമീളയുടെ വിമർശനം. സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയെന്നും സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും പ്രമീള പറഞ്ഞു. ഇവിടെ തന്നെ പൊതുവെ ജനങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത എന്നുള്ളത്. പത്രമാധ്യമങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതൽ എന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അതെ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. അത് എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ 13-ലും 14-ലും, അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അതേസമയം പ്രമീള ശശിധരന്റെ വിമർശനത്തിൽ കെ സുരേന്ദ്രൻ എന്ന് മറുപടി പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാവർക്കും സ്ഥിരമായി സീറ്റ് കൊടുക്കാൻ ആകില്ല. പ്രമീളയ്ക്ക് നേരത്തെ സീറ്റ് നൽകിയപ്പോൾ മറ്റു ചിലർ പരാതി പറഞ്ഞിരുന്നതായും സുരേന്ദ്രൻ പറഞ്ഞു. ചെറിയ അസ്വസ്ഥതകൾ എപ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതല്ലേ. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതൊന്നും ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ കലാകാലങ്ങളിൽ ഒരേ സീറ്റുകളിൽ മത്സരിക്കുന്ന ആളുകളെ മാറ്റുന്നത് ഒരു നല്ല പ്രവണതയല്ലേ. സ്ഥിരമായി മത്സരിക്കുകയും ജയിക്കുകയും പദവികൾ അധികാര സ്ഥാനങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അധികം മുനിസിപ്പാലിറ്റികൾ ഭരിക്കാത്തൊരു പാർട്ടിയാണിപ്പോൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഇനി വരാനിരിക്കുന്നതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം പുതിയ ആളുകൾക്ക് സീറ്റ് കൊടുക്കണ്ടേ? അതും നിങ്ങൾ പറയില്ലേ? അത് അവർ നേരത്തെ മത്സരിക്കുമ്പോഴും വേറെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു. തിരുവല്ല കോൺഗ്രസിലും പ്രതിസന്ധി അതിരൂക്ഷമാണ്. കോൺഗ്രസിന്റെ തിരുവല്ല ബ്ലോക്ക് സെക്രട്ടറി തോമസ് കൗശിയുടെ നേതൃത്വത്തിലാണ് ഒരു സംഘം പ്രവർത്തകർ രാജിവെച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് തർക്കവും രാജിയും. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, മുനിസിപ്പാലിറ്റിയുടെ 36-ാം വാർഡ് കമ്മിറ്റിയിലാണ് അല്ലേ ഈ മുഴുവൻ ആളുകളും രാജിവെക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? രഞ്ജിത്ത്, തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കൂട്ടരാജികൾ പല സ്ഥലത്തു നിന്നും പല അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചിലർ താല്പര്യം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു, ചില കോർ കമ്മിറ്റിയിലേക്ക് അഭിപ്രായം വരികയൊക്കെ ചെയ്യും. പക്ഷെ അതിന് വിപരീതമായി ചില സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം പല സ്ഥലത്തും ഉണ്ടായത്. എന്തായാലും കോൺഗ്രസിൽ കൂട്ടരാജി വന്നിരിക്കുന്നത് ബ്ലോക്ക് സെക്രട്ടറി തോമസ് കോശിയുടെ നേതൃത്വത്തിലാണ് തിരുവല്ലയിൽ 36-ാം വാർഡ് കമ്മിറ്റി ഒന്നാകെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് ഒപ്പം അദ്ദേഹത്തെ പരിഗണിക്കാത്തതിനെ തുടർന്നുള്ള തർക്കത്തെ തുടർന്നാണ് ഈ വാർഡ് കമ്മിറ്റി ഒന്നാകെ 36-ാം വാർഡ് കമ്മിറ്റി ഒന്നാകെ കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചിട്ടുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും രാജിവെച്ച
കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി തോമസ് കോശി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നഗരസഭകൾ കേന്ദ്രീകരിച്ച നടക്കുന്നതിൽ യുഡിഎഫിനെ സ്ഥാനാർത്ഥിയാണ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. പല സ്ഥലത്തും തർക്കം നിലനിൽക്കുന്നു. ഇത് ഇത്രയും ദിവസമായിട്ടും ഈ ജില്ലാ നേതൃത്വം പറയുന്ന ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെയും ഈ നഗരസഭ മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി എണ്ണത്തിനൊക്കെ പരസ്പരം ഇതുവരെ പൂർത്തിയാക്കാൻ അവരുടെ തർക്കങ്ങൾ കാരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത്തരം അവസരങ്ങളാണ് ഇത്തരത്തിൽ അടിക്കടിയുള്ള രാജിക്കും ഈ വിമർശനങ്ങളും ഉണ്ടാവാൻ കാരണം. പടലപ്പിണക്കങ്ങളാണ് ഇതിനെല്ലാം പ്രധാനമായ കാരണം. സ്ഥിരം നിൽക്കുന്ന സീറ്റുകളിൽ സ്ഥിരം ആളുകൾ തന്നെ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ നാമനിർദ്ദേശം നൽകുന്ന ആളുകൾ പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ നിർദ്ദേശിക്കുന്ന കോർ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാടെ ജില്ലാ നേതൃത്വം അവഗണിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ഇതിന് പ്രധാന കാരണം. എന്തായാലും തോമസ് കോശിയും കൂട്ടരും 36-ാം വാർഡ് കമ്മിറ്റി തിരുവല്ല മുനിസിപ്പാലിറ്റി 36-ാം വാർഡ് കമ്മിറ്റി ഒന്നാകെ അവർ രാജിവെച്ചെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നും തോമസ് കോശി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി എറണാകുളം കോൺഗ്രസിലും തർക്കം രൂക്ഷമാണ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എ ഗ്രൂപ്പും KC വേണുഗോപാൽ ഗ്രൂപ്പും നേതൃത്വത്തിന് പരാതി നൽകി. ദീപാദാസ് മുൻഷിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കാനാണ് ഒരു വിഭാഗം KPCC ഭാരവാഹികളുടെ തീരുമാനം. കീഴ്മാട്, നെല്ലിക്കുഴി ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. സീറ്റ് നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എറണാകുളത്ത് കോൺഗ്രസിൽ രൂക്ഷമാവുകയാണ്. ഇപ്പോൾ പുതുതായി ഉയർന്നു വന്നിട്ടുള്ളത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് നൽകിയ സീറ്റ് സംബന്ധിയായ കാര്യങ്ങളിലാണ്. നെല്ലിക്കുഴിയിലും കീഴ്മാടും നൽകിയ സീറ്റുകളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കഴിഞ്ഞ ദിവസം പ്രവർത്തകർ ഉപരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇവിടേക്ക് വന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ആരോടും കൂടിയാലോചനകൾ ഇല്ലാതെ ഏകപക്ഷീയമായി ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നതാണ്. ആ പ്രദേശത്തുള്ള പ്രവർത്തകരോട് ചർച്ച ചെയ്യുകയോ അവിടെ നിന്നുള്ള പ്രതിനിധികളോട് കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായതെന്നാണ് ഇവരുടെ ഒരു പരാതി. ഏതായാലും ഇതിനെതിരെ A വിഭാഗവും കോൺഗ്രസിലെ അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ വിഭാഗവും പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവര് ദേവദാസ് മുൻഷിക്കും അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തിനും പരാതി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. KPCC നേതൃത്വത്തിന് ഇതിനകം തന്നെ പരാതിയായി ഇത് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ രീതി അനുവദിക്കാൻ പറ്റുകയില്ല എന്ന രീതിയിലാണ് പ്രവർത്തകരുള്ളത്. DCC പ്രസിഡന്റിന്റെയും ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഏതാനും പേരുടെയും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നതെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരടക്കം ഇത് പറയുന്നത്. പ്രദേശത്തുള്ളവരുമായിട്ടുള്ള കൂടിയാലോചനകളില്ലാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക എന്നും ഇവർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇത് ജില്ലാ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചില MLA-മാർക്കടക്കം ഈ ഒരു പ്രവണതയിൽ എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്ന ഒരു പരാതി കൊച്ചിൻ കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിയായ കാര്യങ്ങളിലും ഉയർന്നിരുന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും സമാനമായ രീതിയിലുള്ള പരാതിയാണ് വരുന്നത്. LDF-ഉം BJP-യും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴും കോട്ടയത്ത് UDF-ന്റെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് കൈമാറ്റം സംബന്ധിച്ച ചർച്ചകളാണ് പൂർത്തിയാകാത്തത്. ഇതോടെ മുസ്ലിം ലീഗിന് 7 സീറ്റ് നൽകണമെന്ന കാര്യത്തിലും അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. ഇന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്താനുള്ള ശ്രമത്തിലാണ് UDF നേതൃത്വം. ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് MM ഹസൻ പാർട്ടി വിടുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തരൂർ നടത്തുന്നത്. തരൂരിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെങ്കിൽ ആദ്യം പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണം. സ്ഥാനാർത്ഥികളൊപ്പം കൂടിയതുകൊണ്ടാണ് തരൂർ തലസ്ഥാനത്ത് പ്രചാരണത്തിന് എത്തിയതെന്നും തരൂരിനെതിരെ എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും MM ഹസൻ ന്യൂസ് 18നോട് പറഞ്ഞു. നെഹ്റു ഫാമിലിയെ ഡൈനാസ്റ്റിയാണ് അതിലെ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യമേ പറഞ്ഞുള്ളൂ. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അവരുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇന്ന് വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും എത്തിയത്. അങ്ങനെ ഒരാൾ നെഹ്റു കുടുംബത്തെ കുറിച്ച് ഇതുപോലെ അത് എന്താണ് കുടുംബാധിപത്യമാണ് നേതൃത്വത്തിലുള്ളവരെ എന്ന് പറഞ്ഞത് ശരിയായില്ല. മാത്രമല്ല ഞാനൊരു കാര്യം പറയട്ടെ, കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ അംഗമല്ലേ അദ്ദേഹം രാഷ്ട്രീയക്കാരൻ, സാഹിത്യകാരൻ, ബുദ്ധിജീവിയൊക്കെ ആയിരിക്കാം. പക്ഷേ
സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് അവകാശം വേണമെങ്കിൽ, സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ഹയസ്റ്റ് പോളിസി മേക്കിംഗ് ബോഡിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് മാറിയിരിക്കണം. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകണം. കണ്ണൂരിൽ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം. അനീഷിന്റെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറും. ആവശ്യമെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. കുടുംബങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയെന്ന കോൺഗ്രസ് ആരോപണം CPM തള്ളി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ SIR തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ചീഫ് സെക്രട്ടറിയാണ് ഹർജി നൽകിയത്. SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളും ഒരേ സമയം നടത്തുന്നത് ഭരണ സംവിധാനം സ്തംഭിപ്പിക്കുമെന്ന് ഹർജിയിൽ പറയുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകിയില്ലെങ്കിൽ ഇന്ത്യയോടുള്ള ഇടപെടൽ സൗഹാർദ്ദപരമായിരിക്കില്ല എന്നാണ് നിലപാട്. ബംഗ്ലാദേശ് ജനതയുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. എന്നാൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനും ICTക്കുമെതിരെ കനത്ത ആരോപണങ്ങളുമായി ഷെയ്ഖ് ഹസീന രംഗത്തെത്തി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഇന്ത്യയുടെ നിലപാട് ഇതിൽ വ്യക്തമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സംരക്ഷിക്കപ്പെട്ട ഒരു നേതാവിനെ അത്ര പെട്ടെന്ന് വിട്ടു നൽകാൻ തയ്യാറാവില്ല. പക്ഷേ ബംഗ്ലാദേശ് കാര്യങ്ങൾ കടുപ്പിക്കുകയുമാണ്. രഞ്ജിത്ത്, ഇന്ത്യ എന്തായാലും ഷെയ്ഖ് ഹസീനയെ ഇപ്പോൾ ഇത്തരത്തിലൊരു വധശിക്ഷയൊക്കെ വന്ന സാഹചര്യത്തിൽ വിട്ടുകൊടുക്കുമെന്നുള്ളത് നമുക്ക് കരുതാൻ വയ്യ. കാരണം ഇന്ത്യയുടെ ഒരു പ്രതികരണവും അങ്ങനെയായിരുന്നു. വിധി വന്നതിന് ശേഷം ഇന്ത്യ പ്രതികരിച്ചത് രാജ്യത്തെ ജനങ്ങളുടെ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് മാത്രമേ ഇന്ത്യയുടെ നിലപാടുകൾ ഉണ്ടാവുകയുള്ളൂ. ഈ വന്ന വിധി തങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ത്യ പറയുന്നത്. അതേസമയം തന്നെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടെന്ന് പറയുന്നത് കുറച്ചുകൂടി കടുപ്പപ്പെട്ടതായിരുന്നു. അവർ പറയുന്നത് എത്രയും വേഗം ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറുക, ഇല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നിലപാട്, ഇതുവരെ ഉണ്ടായിരുന്ന സൗഹൃദ നിലപാട് ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് ബംഗ്ലാദേശിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇന്ന് ബംഗ്ലാദേശ് ഹോം മിനിസ്ട്രിയും അതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്നുള്ളതാണ് ബംഗ്ലാദേശ് ഹോം മിനിസ്റ്ററിയും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ കാര്യത്തിൽ ഇന്ത്യക്ക് കത്ത് നൽകുമെന്നും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ആ കത്ത് വന്നതിന് ശേഷമായിരിക്കും, അതിൻ്റെ ഉള്ളടക്കമനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ സമയത്ത് നമുക്ക് കരുതാൻ വയ്യ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് ഇന്ത്യ കൈമാറുമെന്ന്. മാത്രമല്ല ഇപ്പോൾ രാജ്യത്തെമ്പാടും അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തും വലിയ രീതിയിൽ ഈ ICTയുടെ വധശിക്ഷ എന്ന വിധിയെ വിമർശിച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. UN അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. UN പറയുന്നത് ഇത്തരത്തിൽ ഒരു വധശിക്ഷ വിധി അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു കോടതി ഒരു തീർപ്പുണ്ടാക്കുന്നത്, ഒരു വിഷയത്തിൽ തീർപ്പുണ്ടാക്കുന്നത് അതിൽ രണ്ട് ഭാഗങ്ങളും കേട്ടിട്ടാണ്. എന്നാൽ ഇവിടെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അവർക്ക് അവരുടെ സർക്കാരിനോ അല്ലെങ്കിൽ ഇടക്കാല സർക്കാരിന് എന്താണോ ആവശ്യം, ആ സർക്കാരിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഒരു വിധി ഒരു കോടതി പുറപ്പെടുവിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ മാനിക്കുന്നില്ല എന്നുള്ളതാണ് UN അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. അത് ഇതേ കാര്യം തന്നെ ഷെയ്ഖ് ഹസീനയെ പറയുന്നു. എന്നാൽ ഈ വിധിയെ വിമർശിക്കാനോ അനുകൂലിക്കാനോ ഇന്ത്യ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. വിധി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അതേസമയം ഷെയ്ഖ് ഹസീന പറയുന്ന കാര്യങ്ങളൊന്നും ഒരു മാധ്യമങ്ങളും ടേക്കപ്പ് ചെയ്യരുതെന്നുള്ളതാണ് ബംഗ്ലാദേശ് ഭരണകൂടം ഇപ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഒരു തരത്തിലും ഷെയ്ഖ് ഹസീന പറയുന്ന കാര്യങ്ങൾ പുറത്തുവിടാനോ അത് മാധ്യമം റിപ്പോർട്ട് ചെയ്യാനോ പാടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ 19 തീയതി മുതൽ 21 തീയതി വരെ, അതായത് നാളെ മുതൽ 21 തീയതി വരെ ബംഗ്ലാദേശിൽ അവാമി ലീഗ് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മുഴുവൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം മുഴുവൻ ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ്. ഈ വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവാമി ലീഗിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം, അതുപോലെ കടകൾ അടപ്പ് തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ സുരക്ഷാ നിർദ്ദേശങ്ങളും കർശനമായ സുരക്ഷയും ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇന്ത്യക്ക് ലഭിക്കുന്ന കത്തിന് അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇന്ത്യയുടെ നിലപാട് ഇതിൽ നിർണായകമാണ്. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാടെങ്കിൽ ബംഗ്ലാദേശ് ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും എടുക്കുക, ബംഗ്ലാദേശിന് സപ്പോർട്ടുമായി മറ്റേതെങ്കിലും രാജ്യങ്ങൾ വരുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏറെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്. വിവരങ്ങൾ പങ്കുവച്ചു. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബി ചാവേർ ആക്രമണങ്ങളെക്കുറിച്ച്
ക്ലാസ് എടുക്കുന്നതിന്റെ വീഡിയോ ന്യൂസ് 18 കിട്ടി. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ ഹമാസ് മോഡൽ ആക്രമണങ്ങൾ രാജ്യത്ത് നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി ഡ്രോണുകളും ചെറു റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട്. അതേസമയം ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിൽ ED റെയ്ഡ് പുരോഗമിക്കുകയാണ്. ചാവേർ ആക്രമണത്തെ ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് രക്തസാക്ഷിത്വമാണ് എന്നാണ് ഉമർ നബി വീഡിയോയിൽ പറയുന്നത്. സ്ഫോടനത്തിന് 2 മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ ടെലഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ആണിത്. ഇംഗ്ലീഷ് ഭാഷയിൽ ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് ഉമറിന്റെ സംഭാഷണങ്ങൾ. ഉമർ നബിയുടെയും സംഘത്തിന്റെയും വലയിലായ യുവാക്കൾക്കായി പങ്കുവച്ച വീഡിയോ ആണിതെന്നാണ് സംശയം. നവംബർ 10-ന് സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ നിരവധി അറസ്റ്റുകളാണ് നടന്നത്. അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്നത് അതിനിർണായകമായ വിവരങ്ങളും. രാജ്യത്തെ തിരക്കുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ സംഘത്തിന് പദ്ധതിയുണ്ടായിരുന്നു. പുൽവാമ സ്വദേശി ജാസിർ ബിലാൽ എന്ന യുവാവ് ഇതിനായി ഡ്രോണുകൾ ഉണ്ടാക്കാൻ നീക്കം നടത്തി വരികയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മകൻ ഭീകരവാദത്തിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളുടെ പിതാവ് ബിലാൽ അഹമ്മദ് വാനി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. മുസുമൽ ഷക്കീൽ, ഷഹീൻ സയ്യിദ്, മൊഹീദ്ദീൻ, അദീൽ റാത്തർ, അമീർ റാഷിദ്, ജാസിർ, ഇർഫാൻ അഹമ്മദ് തുടങ്ങി സംഘത്തിലെ പ്രധാനികളെല്ലാം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. കൂടാതെ ഫരീദാബാദിലെയും അനന്തനാഗിലെയും ഡോക്ടർമാരും NIA-യുടെ നിരീക്ഷണത്തിലാണ്. അതിനിടെ അൽഫല സർവകലാശാലയിലേക്ക് ED സംഘവും എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കമാൻഡർ മാധ്വി ഹിദുമ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 2010-ലെ ദന്തേവാദ ആക്രമണം അടക്കം രാജ്യത്ത് നടക്കിയ 26 ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് 48-കാരനായ മാധ്വി ഹിദുമ. PLGA ബറ്റാലിയൻ 1 തലവനായ ഹിദുമയുടെ 2ാം ഭാര്യ രാജക്കയും കൊല്ലപ്പെട്ടു. ആന്ധ്രയിലെ ASR ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 6 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സുരക്ഷാ സേനയ്ക്കും പരിക്കുണ്ട്. 2013-ലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഛത്തീസ്ഗഡ് കോൺഗ്രസിലെ ഉന്നത നേതൃത്വത്തെ കൂട്ടത്തോടെ വധിച്ച ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് ഹിദുമ. ദന്തേവാദയിൽ നടന്ന ആക്രമണത്തിൽ 76 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ഗാസ സമാധാന പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം. 13 രാജ്യങ്ങൾ പിന്തുണച്ചു. വോട്ടെടുപ്പിൽ നിന്നും റഷ്യയും ചൈനയും വിട്ടുനിന്നു. സമാധാന പാലനത്തിന് അന്താരാഷ്ട്ര സൈന്യത്തെ നിയോഗിക്കാനുള്ള പ്രമേയമാണ് അംഗീകരിച്ചത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 20 നിർദ്ദേശങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഈ നിർദ്ദേശങ്ങൾ ആണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാ കൗൺസിൽ വോട്ടിനിട്ട് പാസാക്കിയിട്ടുള്ളത്. 13 അംഗരാജ്യങ്ങൾ ആണ് സുരക്ഷാ കൗൺസിലിൽ ഈ പ്രമേയത്തെ അനുകൂലിച്ചത്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഈ പ്രമേയത്തെ അംഗീകരിച്ചതോടുകൂടി ഈ ഒരു പ്രമേയം എന്നത് നിർദ്ദേശത്തിന് അപ്പുറത്ത് നിയമപരമായ ഒരു ഉത്തരവായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമാവുക, അതോടൊപ്പം തന്നെ ഗാസയുടെ സുരക്ഷയ്ക്ക് ഒരു താൽക്കാലികമായ അന്താരാഷ്ട്ര സേനാ സംവിധാനം നടപ്പിലാക്കുക, ഗാസയിൽ സുസ്ഥിരമായ ഒരു ഭരണം ഉണ്ടാകുന്നതുവരെ ഒരു അന്താരാഷ്ട്ര ബോഡി താൽക്കാലികമായി ഇടക്കാല സർക്കാർ രൂപീകരിക്കുക, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ആണ് ഈ പ്രമേയത്തിൽ ഉള്ളത്. ഇതിനുവേണ്ടി അംഗരാജ്യങ്ങളോട് ഈ ബോർഡിൻ്റെ ഭാഗമാകാൻ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വളരെ നിർണായകമായൊരു ചുവടുവെപ്പാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ ചരിത്രപരമായ മുന്നേറ്റം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. അനുകൂലമായി വോട്ട് ചെയ്തവർക്ക് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹമാസ് ഇപ്പോഴത്തെ നീക്കത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പ്രത്യേകിച്ച് ഒരു അന്താരാഷ്ട്ര സേനാ സംവിധാനം ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അതിനെ അധിനിവേശമായിട്ട് മാത്രമാണ് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഹമാസിൻ്റെ നിലപാട്. മാത്രവുമല്ല, ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഗാസയുടെ ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് 90% തകർന്ന് തരിപ്പണമായ സാഹചര്യമുണ്ട്. ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് അടക്കം നേതൃത്വം നൽകേണ്ടത് ഗാസയിലെ ജനങ്ങൾ ആണ് എന്നും ഗാസയിലെ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയുമായാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുമാണ് ഹമാസിൻ്റെ നിലപാട്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവും. അങ്ങനെ കൃത്യമായ ഇസ്രായേലിൻ്റെ നിലപാടുകൾ അവിടെ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രമേയം ആണ് പാസ്സാക്കപ്പെട്ടിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തെ എതിർക്കും എന്നുമുള്ളതാണ്. ഈ പ്രമേയത്തിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നതുമാണ് വിഷയത്തിന്മേലുള്ള ഹമാസിൻ്റെ നിലപാട്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ മനുഷ്യന്റെ കാൽ കണ്ടെത്തി. എറണാകുളം ആലപ്പുഴ മെമു ട്രാക്കിൽ നിന്ന് മാറിയപ്പോഴാണ് കാൽ കണ്ടത്. പോലീസ് പരിശോധന തുടരുകയാണ്.
അത് അണ്ണാനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും റൺ ഓവറായിട്ട് ഈ ട്രെയിനിൻ്റെ ഈ പാദം കുടുങ്ങി ഇവിടെ വന്നായിരിക്കും. പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഇനി ആ രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. എവിടെയെങ്കിലും റൺ ഓവർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഈ ട്രെയിൻ ഓടുന്ന റൂട്ടുകളെല്ലാം അന്വേഷണം നടത്തിയാലേ നമുക്കത് ബോധ്യമാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രെയിൻ കാർഡ് അയച്ചും ഒക്കെ അന്വേഷണം നടത്തുമ്പോൾ ഒരു ബോധ്യമാവും എന്നാണ് പ്രതീക്ഷ. ഷൊർണൂരിൽ നിന്ന് എറണാകുളം വരെ വന്ന് എറണാകുളത്ത് നിന്ന് ആലപ്പുഴ, ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് പോയി കൊല്ലം, കോട്ടയം, കോട്ടയം തൃശ്ശൂർ, പിന്നെ ഷൊർണൂർ, നിലമ്പൂർ അങ്ങനെ കറങ്ങി വരുന്ന ഒരു ട്രെയിനാണിത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇവിടെ തന്നെ സംഭവിച്ച അപകടമായിരിക്കില്ല, ട്രെയിനിൽ കുടുങ്ങിയോ മറ്റോ ഇവിടെ വന്ന് വീണതായിരിക്കാം അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ കരുതുന്നത്. കാരണം ഈ രാവിലെ 9 മണിയോടുകൂടിയാണ് മെമു ട്രെയിനിന്റെ ബോഗി എടുത്തു മാറ്റുന്നതിനിടയിൽ ഈ ഇത്തരത്തിലൊരു ഇടത് കാലിന്റെ ഭാഗമായി കിട്ടിയത്, വലത് കാലിന്റെ ഭാഗം കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ആ മൃതദേഹ അവശിഷ്ടത്തിന് പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത് ഷൊർണൂർ വരെയും കൊല്ലം വരെയും പോകുന്ന ട്രെയിനാണ്. പല സമയങ്ങളിലായി പലയിടങ്ങളിലായി പോകുന്ന ട്രെയിനാണ്. അത്തരത്തിൽ എന്തെങ്കിലും മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റ് ആത്മഹത്യാ ശ്രമങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി ട്രെയിനിൽ ഇരുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം പഴക്കം ചെയ്യുന്ന കാലിന്റെ അവശിഷ്ടമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് നടപടി പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ഇത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പിന്നീട് മറ്റ് പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം സൗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ഇതിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം തൈക്കാട്ട് 19-കാരന്റെ കൊലപാതകത്തിൽ പ്രതികളായ 2 പേർ കസ്റ്റഡിയിൽ. ജഗതി സ്വദേശികളായ സന്ദീപ്, അഖിലേഷ് എന്നിവരാണ് പിടിയിലായത്. അക്രമി സംഘത്തിലെ 5 പേരെ തിരിച്ചറിഞ്ഞു. നെഞ്ചിൽ ആഴത്തിൽ കുത്തേറ്റത്തിന് പിന്നാലെ അലനെ സുഹൃത്തുക്കൾ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 8-ന് കിട്ടി. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. എനിക്ക് പിന്നിലുള്ള തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഇന്നലെ വൈകുന്നേരം 4:30 ജഗതിയിൽ നിന്നുള്ള ഒരു അക്രമി സംഘത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ 19 വയസ്സുകാരനായ അലൻ എന്ന യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടികൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് ഈ സംഭവ സ്ഥലത്ത് നടന്നു. ഫോറൻസിക് വിദഗ്ധർ അടക്കം എത്തിയാണ് ഈ അക്രമി സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ അത് ചിതറി ഈ ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തുള്ള പല സ്ഥലങ്ങളിലായി കിടക്കുന്നുണ്ട്. അവിടെ ഫോറൻസിക് സംഘം പോലീസിന്റെ നേതൃത്വത്തിലെത്തി പരിശോധന നടത്തി. അതായത് അതോടൊപ്പം പ്രധാനമായി ഒറ്റ കുത്തിന് തന്നെ അലന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ ദേഹപരിശോധന നടത്തിയ ഡോക്ടർമാരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം കത്തി പോലുള്ള ആയുധം ഉപയോഗിച്ചല്ല ആക്രമിച്ചതെന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. കാരണം ചെറിയൊരു മുറിവ് മാത്രമാണ് പുറത്ത് കാണാൻ കഴിയുന്നത്. എന്നാൽ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഈ ആയുധം കുത്തി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇടത് നെഞ്ചിലൂടെ ഈ ആയുധം കുത്തി ഇറക്കിയതിനെ തുടർന്ന് തൽക്ഷണം ബോധരഹിതനായി നിലത്ത് വീണ അലൻ അല്പസമയത്തിനകം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയതുമാണ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത് അലന്റെ സുഹൃത്തുക്കളായ ചിലരെ ഇവിടെ തടഞ്ഞു വെച്ചിരുന്നു. ഈ അക്രമി സംഘം തടഞ്ഞു വെച്ചവരോട് അവിടെ നിന്ന് മാറിപ്പോകാൻ അലൻ ആവശ്യപ്പെട്ടതോടെയാണ് അലന് നേരെ അസഭ്യം മുഴക്കിയ അക്രമി സംഘത്തിലെ 3-ാം പ്രതി തലയ്ക്ക് ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയും മറ്റൊരാൾ കൈവശം കരുതിയിരുന്ന ഈ ആയുധം ഇടത് നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയുമായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ ജഗതി കോളനിയിലുള്ള 2 പേർ, സന്ദീപ്, അഖിലേഷ് എന്ന 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ശേഷിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റ് 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൊച്ചിയിൽ 4 വയസ്സുകാരിയെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ച അമ്മ അറസ്റ്റിൽ. കാട്ടിത്തറ സ്വദേശിനിയാണ് പിടിയിലായത്. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഈ അമ്മയ്ക്ക് ഇങ്ങനൊരു ക്രൂരത കാണിക്കാൻ ഉള്ള പ്രേരണ എന്താണ്?
രഞ്ജിത്ത് കുട്ടി വികൃതി കാണിച്ചത് കൊണ്ടാണ് കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ചതെന്നാണ് അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും കൊടുങ്ങല്ലൂർ സ്വദേശിനിയാണ്, ഈ കാട്ടിത്തറയിൽ താമസിച്ച് വരികയാണ്. കുഞ്ഞിനെ 4 വയസ്സുകാരിയാണ്, 4 വയസ്സുകാരിയെ ചട്ടുക കൊണ്ട് പൊള്ളിച്ച സാഹചര്യമാണുള്ളത്. സ്കൂൾ അധികൃതരാണ് ഇത് കണ്ടെത്തിയത്. കുഞ്ഞിനോട് പിന്നീട് വിശദമായി ചോദിച്ച ശേഷമാണ് ഈ കുഞ്ഞിനെ നിരന്തരം അമ്മ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള വസ്തുത കൂടി വെളിപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ്. എന്തായാലും കുഞ്ഞിനെ നിരന്തരം അമ്മ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പോലീസ് അമ്മയെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും മാരുടെ പോലീസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്കൂൾ അധികൃതരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തതെങ്കിലും തുടർന്ന് സ്കൂൾ അധികൃതരും കുട്ടിയോട് സംസാരിച്ച ശേഷം അത്തരത്തിലാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസും അമ്മയെ ചോദ്യം ചെയ്ത ശേഷം മനസ്സിലാക്കിയത് എങ്ങനെയാണ് നിരന്തരം കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ട്. 4 വയസ്സുകാരി അനുസരണക്കേട് കാട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ഉപദ്രവത്തെ ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദന രീതി അമ്മ ഉപയോഗിച്ചത് എന്നാണ് പോലീസിനോട് പറഞ്ഞത്. അത് കുട്ടി നിരന്തരം ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. എന്തായാലും അമ്മയെ ചോദ്യം ചെയ്ത് വരികയാണ്. ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളായിരിക്കും അമ്മയ്ക്കെതിരെ ചുമത്തുക. എന്തായാലും നിരവധി സംഭവങ്ങൾ ഈ അടുത്തിടെ കൊച്ചിയിൽ നിന്നും ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. നിരവധി കർശന നടപടികൾ, നിരവധി കേസുകൾ ഉണ്ടായിട്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അങ്ങേറ്റം സങ്കടകരമെന്ന് വേണം രഞ്ജിത്ത് പറയാൻ. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ അനുസരണക്കേട് കാട്ടുന്നു എന്നുള്ള, അല്ലെങ്കിൽ അവരെ അനുസരിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ കുഞ്ഞുങ്ങളെ മാരകമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് പല കുഞ്ഞുങ്ങളും അവർക്ക് ചില കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുന്നു, ചില കുഞ്ഞുങ്ങളെ അവർക്ക് താങ്ങാനാവുന്ന തരത്തിലേക്ക് അല്ലാത്ത തരത്തിലേക്ക് ഉപദ്രവിക്കുന്നു. ചില കുഞ്ഞുങ്ങൾ മർദ്ദനത്തിൽ മരിച്ചു പോകുന്നു. അങ്ങനെ നിരന്തരം ഇത്തരം കുഞ്ഞുങ്ങൾ നിരന്തരം മാതാപിതാക്കളുടെ കോപത്തിനിരയാകുന്നതും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം 12 വയസ്സുകാരനെ അമ്മയും സുഹൃത്തും കൂടി ചേർന്ന് ഉപദ്രവിച്ച സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളും മാറ്റി നിർത്താനാവില്ല. എന്തായാലും കുഞ്ഞുങ്ങൾ നിരന്തരം ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഇപ്പോൾ അമ്മ ചട്ടുകം കൊണ്ടാണ് ഒരു കൊച്ചുകുഞ്ഞിനെ പൊള്ളിച്ചത്. പത്തനംതിട്ട തിരുവല്ലയിൽ 14-കാരിയെ ബലാത്സംഗം ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. അന്യസംസ്ഥാനക്കാരായ മാതാപിതാക്കളുടെ മകളാണ് പീഡനത്തിന് ഇരയായത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, ഈ പ്രതികൾ എത്ര പേരുണ്ട്? രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. തിരുവല്ലയിലാണ് ഈ 14-കാരിക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളായ യുവാക്കൾ ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. ഈ പെൺകുട്ടിയും ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ്. ഇവർ വാടകയ്ക്ക് താമസിച്ച വീട്ടിലാണ് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ഇന്നലെ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ 2 യുവാക്കൾ, അവർ ബംഗാൾ സ്വദേശികളാണ്. ഇവർ രണ്ടുപേരും ഈ വീട്ടിലെത്തി. ആരുമില്ലാത്ത സമയം നോക്കി വീട്ടിലെത്തിയതിനു ശേഷം കുട്ടിയുടെ സഹോദരിയായ 1.5 വയസ്സുകാരിയുടെ വായ പൊത്തിപ്പിടിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ ഒരാൾ ശുചിമുറിയെ കൊണ്ട് പീഡിപ്പിച്ചു. എന്തായാലും 2 പേരും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. എന്തായാലും 1.5 വയസ്സുകാരി കുഞ്ഞിനെ വീട്ടിൽ വായ മൂടി പിടിച്ചതിന് ശേഷമാണ് ഈ മൂത്ത സഹോദരി 14 വയസ്സുള്ള പെൺകുട്ടിയെ തൊട്ടടുത്ത ശുചിമുറിയെ കൊണ്ട് പീഡിപ്പിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടി ഹൗസ് ഓണർ അടക്കമുള്ള ആളുകൾ ഓടി വരികയും ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ നാട്ടുകാർ ഈ പ്രതികളെ വീട്ടിൽ വെച്ച് തന്നെ പിടികൂടുകയും ചെയ്തു. തുടർന്ന് തിരുവല്ല പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. തിരുവല്ലയിലാണ് 2 പ്രതികളും ഉള്ളത്. എന്തായാലും അല്പസമയത്തിന് പ്രതികൾ അറസ്റ്റ് രേഖപ്പെടുത്തും. വിശദമായി ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയും നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് ഉള്ളത്. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകൾ തന്നെയാണ്. 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് എന്തായാലും പോലീസ് 2 പ്രതികളെയും ബംഗാൾ സ്വദേശികളെ 2 പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. കൊച്ചി വൈറ്റിലയിൽ ബാറിൽ മാരകായുധങ്ങളുമായി ആക്രമണം നടത്തിയ 3 പേർ മരട് പോലീസിന്റെ പിടിയിൽ. അലീന, ഷഹൻഷാ, അൽ അമീൻ എന്നിവരാണ് പിടിയിലായത്. ബാർ ജീവനക്കാരുടെ പരാതിയിലാണ് അറസ്റ്റ്. നവമി ദിനേശ്, നവമി, നമുക്ക് ദൃശ്യങ്ങളിൽ ഈ CCTV ദൃശ്യങ്ങളാണ്, അതിൽ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും മാരകായുധങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഇത് ബാർ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെട്ടത്? മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ? രഞ്ജിത്ത്, 16-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. കൊച്ചി വൈറ്റിലയിലെ ഒരു ബാറിൽ ഇവർ 5 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത്. അവിടെ ബാറിലുണ്ടായിരുന്ന ഒരാളുമായി ആദ്യം ഇവർ തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ ജീവനക്കാർ പിടിച്ചു മാറ്റുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്രകോപിതരായിട്ടുള്ള ഈ സംഘം
ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് വാഹനത്തിൽ നിന്നും മാരകായുധങ്ങളുമായി മൂന്ന് പേർ നമ്മുടെ CCTV ദൃശ്യങ്ങൾ കാണാം. ഇവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും 5 തവണയാണ് ഈ ബാറിലേക്ക് തിരികെ വന്നത്. വീണ്ടും ഈ ജീവനക്കാരെ ആക്രമിക്കുകയും അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ബാർ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസ് കേസെടുത്തത്. 3 പേരുടെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അലീന, ഷഹീൻ ഷാ, അല്ലമീൻ. ഇവർ 3 പേരും കൊച്ചിയിൽ തന്നെ പഠനം പൂർത്തിയാക്കി താമസിക്കുന്നവരാണ്. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് പ്രകാരം മാരകായുധം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ കാറിന്റെ ഉടമസ്ഥനായ ഒരു തിരുവനന്തപുരം സ്വദേശിയുടേതാണ്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. 2 പേരാണ് ഇപ്പോൾ ഒളിവിലുള്ളത്. ഈ മാരകായുധം സൂക്ഷിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മുൻപും ഇവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം എന്തിനാണ് ഈ മാരകായുധം കാറിൽ സൂക്ഷിച്ചത് എന്നും പോലീസ് വിശദമായി ഇവരിൽ നിന്നും ചോദ്യം ചെയ്യലടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേരെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 2 പേരിപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ജീവനക്കാർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി. തിരുവനന്തപുരത്ത് മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്ന 21.5 ലക്ഷം രൂപയും 27 പവൻ സ്വർണവും പിടികൂടി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തിരുവനന്തപുരം എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവ പിടിച്ചത്. KSRTC ബസ്സിലാണ് ഇവ കടത്തിയത്. തലപ്പിള്ളി സ്വദേശി മനുവാണ് പിടിയിലായത്. ഇനി നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ CPM സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പ്രവർത്തകരെയും നേതാക്കളെയും ഞെട്ടിച്ച അപ്രതീക്ഷിത പേരുകൾ. പാർട്ടിയുടെ VIP സ്ഥാനാർത്ഥി മുൻ MLA രാജഗോപാലാണെങ്കിലും പാർട്ടിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥി മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ നടപടി നേരിട്ട അഡ്വക്കേറ്റ് രാജീവാണ്. ഒപ്പം വീണ ജോർജിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് UDF സ്ഥാനാർത്ഥിയായതും പ്രവർത്തകരെ ഞെട്ടിച്ചു. പത്തനംതിട്ടയിൽ സംഘടനാ നടപടി നേരിട്ടവർ വരെയാണ് CPMൽ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മുൻ CWC ചെയർപേഴ്സൺ N രാജീവാണ് സംഘടനാ നടപടി നേരിട്ടിട്ടും മത്സര രംഗത്തുള്ളത്. പോക്സോ കേസ് പ്രതിയെ വഴിവിട്ട് സഹായിച്ചതിന്റെ പേരിലാണ് CWC ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും മന്ത്രി വീണ ജോർജ് രാജീവിനെ മാറ്റിയത്. ഇതിന് പിന്നാലെയായിരുന്നു മന്ത്രിക്കെതിരെ രാജീവൻ FB പോസ്റ്റിട്ടത്. തുടർന്നായിരുന്നു പാർട്ടി നടപടി. ഇരവിപേരൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് രാജീവൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇതിനു പുറമെ വിവാദങ്ങളുടെ കാലഘട്ടത്തിൽ പോലും മന്ത്രി വീണ ജോർജിനൊപ്പം പാർട്ടിയിൽ നിലയുറപ്പിച്ച മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം തോമസ് ആണ് ഇത്തവണ കളം മാറ്റി ചവിട്ടി പത്തനംതിട്ട നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പാർട്ടിയിലെ മറ്റൊരു വ്യക്തി. CPM സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച VIP ആണ് മുതിർന്ന നേതാവും മുൻ MLAയുമായ KC രാജഗോപാൽ. മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് രാജഗോപാൽ മത്സരിക്കുന്നത്. ഒരു മുതിർന്ന നേതാവിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിപ്പിക്കുന്നത് പ്രമോഷനാണോ അതോ ഒതുക്കലാണോ എന്ന ചോദ്യവും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പഞ്ചായത്താണ് അതിർത്തി ഗ്രാമമായ കരുണാപുരം. ഒറ്റയ്ക്ക് ഭരണം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് UDFും LDFും. കൂടുതൽ വാർഡുകളിൽ കരുത്ത് തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. രാഷ്ട്രീയ പോർവിളികളുടെ 5 വർഷങ്ങളാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞുപോയത്. 2 അവിശ്വാസങ്ങളും കൂറുമാറ്റവും 2 മുന്നണികളുടേതുമായി 3 പ്രസിഡന്റുമാരും ഈ കാലയളവിൽ പഞ്ചായത്തിലുണ്ടായി. ഇടതിന്റെ ഉരുക്ക് കോട്ടയായിരുന്ന കരുണാപുരത്തെ 32 വർഷത്തെ ഇടത് ചരിത്രം UDF അവസാനിപ്പിച്ചത് 2010-ലാണ്. തുടർന്ന് 10 വർഷം കരുണാപുരം വലതുചേരിയിൽ നിന്നു. 2020-ലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 17 വാർഡുകളിൽ 8 വീതം നേടി UDFും LDFും ഒപ്പത്തിനൊപ്പമെത്തി. BDJSലൂടെ 1 വാർഡ് നേടി NDA നിർണായക സാന്നിധ്യവുമായി. ആദ്യം BDJS അംഗം ആരെയും പിന്തുണയ്ക്കാതെ വന്നതോടെ നറുക്കെടുപ്പിലൂടെ ഭരണം LDFിലെത്തി. CPMലെ വിൻസി വാവച്ചൻ പ്രസിഡന്റുമായി. 6 മാസത്തിനു ശേഷം പഞ്ചായത്ത് ആദ്യ അവിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചു. BDJS സ്വതന്ത്രൻ
PR ബിനുവിന്റെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചെടുക്കുകയും മിനി പ്രിൻസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. തുടർന്ന് 2023 ഫെബ്രുവരിയിൽ LDF അവിശ്വാസം അവതരിപ്പിച്ചു എങ്കിലും ഭരണപക്ഷം വിട്ടുനിന്നതോടെ പാസായില്ല. 2024 ജനുവരിയിൽ വീണ്ടും LDF അവിശ്വാസം അവതരിപ്പിച്ചു. ഇത്തവണ കോൺഗ്രസ് അംഗമായ ശോഭനാമ ഗോപിനാഥന്റെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. ശോഭനാമ പഞ്ചായത്ത് പ്രസിഡന്റായി. ശോഭനാമ വിപ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതോടെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവരെ അയോഗ്യയാക്കി. ഇതോടെ പ്രസിഡന്റ് സ്ഥാനം വീണ്ടും ആദ്യ പ്രസിഡന്റായ വിൻസി വാവച്ചനിൽ എത്തി. ഇത്തവണ ചുവപ്പ് കോട്ടയായിരുന്ന കരുണാപുരം ഒറ്റയ്ക്ക് ഭരിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേന് എന്നാണേലും നമ്മൾ 8-8 അങ്ങനെയാണ് നിന്നത്. എങ്കിലും നമുക്ക് ഭൂരിപക്ഷത്തോടുകൂടി ഈ ഒരു 5 വർഷം ഒരു ഭരണസമിതി തന്നെ LDF ഭരിക്കാനുള്ള എല്ലാ നടപടികളും നമുക്ക് ഉണ്ട്. അങ്ങനെ തന്നെയാണ്. പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും LDF അട്ടിമറിച്ചെന്നാണ് UDF ആരോപണം. കഴിഞ്ഞ തവണ നഷ്ടമായ ഭൂരിപക്ഷം ഇത്തവണ ഒറ്റയ്ക്ക് സ്വന്തമാക്കാനാവുമെന്നും UDF ക്യാമ്പ് കരുതുന്നുണ്ട്. ഇടതിന്റെ സിറ്റിംഗ് വാർഡ് 7 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്താണ് കഴിഞ്ഞ തവണ BDJS നിർണായക ഘടകമായത്. ഇത്തവണ കൂടുതൽ വാർഡുകളിൽ നേട്ടം കൊയ്യാമെന്നാണ് NDAയുടെ പ്രതീക്ഷ. ഈ 5 വർഷക്കാലം എൻ്റെ വാർഡിൽ കൊണ്ടുവന്ന വികസനം ആ നാട്ടിലുള്ള ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ചർച്ച ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ ബഹുദൂരം മുമ്പോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിയും. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അവസരമാണിത്. പ്രത്യേകിച്ച് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രാവശ്യം NDAയുടെ മുന്നണി ഒരു വലിയ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിർത്തി ഗ്രാമപഞ്ചായത്തായ കരുണാപുരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങളിൽ വലിയ തോതിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയെയും കമ്പംമെട്ട് ശബരിമല ഇടത്താവളത്തെയും കോർത്തിണക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്തവണ പഞ്ചായത്തിൽ ഒരു വാർഡ് കൂടിയിട്ടുണ്ട്. ആകെ വാർഡുകളുടെ എണ്ണം ഇപ്പോൾ 18 ആയിട്ടുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മലയോര മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സാധന സാമഗ്രികളുടെ വിൽപ്പന തകർത്തി. ഫ്ലക്സിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതോടെ പൂർണ്ണമായും കടലാസു കൊണ്ട് നിർമ്മിക്കുന്ന കൊറിഗേറ്റഡ് ബോർഡുകളാണ് എങ്ങും നിറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളുടെ ഡിമാൻഡ് ഏറിയിരിക്കുകയാണ്. ഫ്ലെക്സിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതോടെ പൂർണ്ണമായും കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന കൊറിഗേറ്റഡ് ബോർഡുകളാണ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ തോന്നുകയും നല്ല ഫിനിഷിംഗും ഉണ്ടാകുമെന്നതാണ് ഈ ബോർഡിന്റെ പ്രത്യേകത. വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങളും പ്രിന്റ് ചെയ്ത ടീഷർട്ടുകളും ലഭ്യമാണ്. കൂടാതെ പാർട്ടികളുടെ കൊടിയുടെ നിറങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ ഹെഡ് ബാൻഡ്, റിസ്റ്റ് ബാൻഡ്, പുതിയ തരം തൊപ്പികൾ എന്നിവയും വിവിധ പാർട്ടികളുടെ കൊടികളും മുക്കം ടൗണിൽ ലഭ്യമാണ്. സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും ചിഹ്നവും പ്രിന്റ് ചെയ്ത കീ ചെയിനുകളും ഇവിടെ ലഭിക്കും. വെറൈറ്റികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ മോഡൽ ബാഡ്ജസ്, അതുപോലെ തന്നെ ക്യാപ്പ്, പുതിയ മോഡൽ വിലക്കുറവുള്ള ക്യാപ്പുകൾ, അതുപോലെ തന്നെ ഹെഡ് ബാൻഡ് വന്നിട്ടുണ്ട്, റിസ്റ്റ് ബാൻഡ്, ചെസ്റ്റ് ബാഡ്ജ് എന്ന് പറഞ്ഞാൽ വിലക്കുറവുള്ള നല്ല UV മെറ്റീരിയൽസ് കുറഞ്ഞ വിലക്ക്. അതുപോലെ നമുക്ക് പുതിയ സൺപാക്ക് ബോർഡ് ഇപ്പം നിരോധിച്ചൊരു സമയമാണ്. അതുപോലെ അതിന് ഒറിജിനൽ പേപ്പറിൽ തന്നെയാണ്, ഒരു പ്ലാസ്റ്റിക് മിക്സും ഇല്ലാതെ ഈ ബോർഡ് വളരെ ചീപ്പ് റേറ്റിന് നമ്മൾ നൽകും. അത് പുതിയ വെറൈറ്റി ഐറ്റമാണ്, ഈ വർഷം ഇറങ്ങിയതാണ്. ന്യൂസ് 18 മുക്കം. നമുക്കിനി ശബരിമല വിശേഷങ്ങളിലേക്ക് പോകണം. സന്നിധാനത്ത് ഇന്നും അനിയന്ത്രിതമായ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ സാഹചര്യമാണ് 18-ാം പടിക്ക് മുകളിൽ ഉള്ളത്. താഴെ ബാരിക്കേഡുകൾ ചാടിക്കടന്നാണ് ഭക്തർ അകത്തേക്ക് കടക്കുന്നതെന്ന് അറിയുന്നു. പോലീസിന് നിയന്ത്രണം പാളിയതും കേന്ദ്രസേന ഇതുവരെ എത്താത്തതും തിരിച്ചടിയായി. തിരക്കിനെ തുടർന്ന് ദർശന സമയം 2 മണി വരെ നീട്ടിയിട്ടുണ്ട്. വി വിനോദ് സന്നിധാനത്ത് തത്സമയം വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, വലിയ തിരക്കാണ്. വിനോദിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ മാത്രം 1 ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു. ഇന്ന് അതിലും കൂടുതൽ ഭക്തർ എത്തുന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഇന്നും ഇന്നലെയുമായി ഓരോ ലക്ഷം ഭക്തർ മല ചവിട്ടി എന്ന കണക്കാണ് പുറത്തു വരുന്നത്. ഇതിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് 18-ാം പടിക്ക് വശത്തുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ഈ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്തേക്ക് അടുക്കുമ്പോഴും വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. തിരക്ക് അനിയന്ത്രിതം എന്ന് തന്നെ പറയാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് ജയകുമാറിന്റെ വാക്കുകൾ അദ്ദേഹം തന്നെ പറഞ്ഞത് ഭയപ്പെടുത്തുന്നു എന്നാണ്. അദ്ദേഹത്തിന്
ഈ തിരക്ക് കണ്ടിട്ട് വലിയ ഭയം തോന്നുന്നു എന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഒരു വശത്ത്, അതായത് 18ാം പടിക്ക് വശത്തുള്ള പടിക്കെട്ടുണ്ട്. ഈ പടിക്കെട്ട് വഴി ആളുകളെ മുകളിലേക്ക് കയറ്റുന്നു. ദർശനം തേടി, അതായത് നേരത്തെ ഇവിടെ എത്തുകയും അതിനുശേഷം ദർശനത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ നാളികേരം ഉടച്ച ശേഷം പിന്നീട് വശത്തുകൂടി കയറുന്ന ആളുകളാണ്. അങ്ങനെ ഒരു വശത്തുകൂടി ഇത്രയും ആളുകൾ ഇങ്ങനെ കയറുന്ന കാഴ്ച ഇതിനു മുൻപുണ്ടായിട്ടില്ല. ആ തരത്തിലാണ് ഭക്തർ പല വഴികളിലൂടെ, മാളികപ്പുറത്തിന് വശത്തുകൂടിയുള്ള ഫ്ലൈ ഓവർ ഉണ്ട്, ആ വഴിയിലൂടെ ആളുകൾ ഇന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. കാരണം ശബരിമല വന്നിട്ട് ഇത്രയും മോശമായിട്ട് ശബരിമലയിൽ വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പമ്പയിൽ 2 മണിക്കൂർ മറ്റേ ടോക്കൺ ക്ലിയർ ചെയ്യാൻ നിർത്തി. 4 മണിക്ക് പമ്പയെ വന്നാണ്. സാധാരണ 4 മണിക്ക് പമ്പയെ വന്നാൽ 11 മണിയാകുമ്പോഴേക്കും ദർശനം കഴിഞ്ഞിറങ്ങാനാണ്. 11 മണിയാകുമ്പോഴേക്കും ഈ നേരമായിട്ടും 18ാം പടി കയറാൻ പറ്റില്ല. മാളികപ്പുറത്തേക്ക് ഇതിലേക്ക് എത്തി വിട്ട് 18ാം പടി കയറാൻ പറ്റും. ഇവിടെ വന്നപ്പോ ആർക്കും അറിയില്ല ഏതിക്കോടെ 18ാം പടി. ഞങ്ങൾക്ക് ഇനി എവിടെയും പോകണ്ടെന്ന് അറിയാൻ പാടില്ല. പോലീസുകാരോട് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ 4 മണിയാണ് ക്യൂ ചെയ്തൊന്ന് ചുക്കുവെള്ളം മാത്രമാണ് കുടിച്ചിരിക്കുന്നത്. അത്രയും ആവശ്യമല്ലേ. നമുക്ക് എന്തോരം ചെറിയ പിള്ളേരുണ്ടെന്നറിയോ. നമ്മുടെ കാര്യം പോട്ടെ നോക്കി. ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ, ಸ್ವಾಮಿಯೇ ಶರಣಮ. ಸ್ವಾಮಿ ಬಹಳ ಕಷ್ಟ ಆಯ್ತದೆ ಜನಗಳಿಗೆ. ಮತ್ತೆ ಯಾವುದೇ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ. ಮೊದಲಿಗೆ ಇಲ್ಲಿ ತುಂಬಾ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ ಸ್ವಾಮಿ. ತುಂಬಾ ಕಷ್ಟ ಆಯ್ತದೆ. ಎಷ್ಟೋ ಜನ ದರ್ಶನ ಮಾಡನೆ ಹೋಯ್ತಿದ್ದಾರೆ. 1000 ಕಿಲೋಮೀಟರ್ ಬಂದು ವಾಪಸ್ ಹೋಯ್ತಿದ್ದಾರೆ ಸ್ವಾಮಿ. ದರ್ಶನ ಮಾಡ್ತಾ ಇಲ್ಲ ಯಾರುವೆ. ತುಂಬಾ ಮಕ್ಕಳಿಗೆ ನೋವಾಗಿದೆ. ಮಕ್ಕಳು ಸ್ವಾಮಿ ಎಷ್ಟೋ ಜನಕ್ಕೆ ತುಂಬಾ ನೋವಾಗಿದೆ. 1000 ಕಿಲೋಮೀಟರ್ ಬಂದು ಮಾಡಿಲ್ಲ ಅಂತ ತುಂಬಾ ನೋವಿದೆ ಸರ್. ಇದರಲ್ಲಿ ಯಾವುದೇ ವ್ಯವಸ್ಥೆ ತುಂಬಾ ಕಮ್ಮಿ ಇದೆ ಸರ್. ഇത് നമുക്ക് മലയാളികളും കർണാടകയിൽ നിന്നുള്ള ആളുകളും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ പ്രയാസമാണ് പറയുന്നത്. ದಯವಿಟ್ಟು ಕರ್ನಾಟಕದಿಂದಾಗ್ಲಿ ಹೊರಗಡೆಯಿಂದಾಗ್ಲಿ ದಯವಿಟ್ಟು ಈ ಕ್ಷಣಕ್ಕೆ ಯಾರೂ ಬರೋದು ಬೇಡ. ಕಾರಣ ಏನು ಅಂದ್ರೆ ನಮ್ಮ ಕಣ್ಣು ಮುಂದೆ 4 ಜನ ಮಕ್ಕಳು ಸತ್ತೋದ್ರು ಸ್ವಾಮಿ. ಕಣ್ಣು ಮುಂದೆ ಉಳ್ಸಕ್ಕಾಗಿಲ್ಲ. ವಯಸ್ಸಾದವರು 4 ಜನ ವಾಪಸ್ ಕಳ್ಸಿದ್ವಿ. ನಾವು ಅಲ್ಲಿಂದ ಹೋಗ್ಬಿಟ್ಟು ವಾಪಸ್ ಬಂದ್ವಿ ಸ್ವಾಮಿ. ಕಣ್ಣಲ್ಲಿ ನೀರು ಬಂತು. ಜನಗಳಿಗೆ, ಇಲ್ಲಿರೋ ಜನಗಳಿಗೆ ಸಮೇತ നമുക്കിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ സന്നിധാനത്തെ വലിയ തിരക്കാണ്. നിലയ്ക്കൽ മുതൽ ഇങ്ങോട്ട് വലിയ ക്യൂ വാഹനങ്ങളുടെയും മറ്റും അനുഭവപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അസാധാരണമായ തിരക്കാണ്. വൃശ്ചികം തുടങ്ങി ഇന്ന് 3ാം ദിവസമാകുമ്പോഴേക്കും ഭക്തലക്ഷങ്ങൾ അങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. നേരത്തെ തന്നെ ശ്രീ ജയകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുറന്ന് സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി പ്രധാനമാണ്. നിലവിലെ സ്ഥിതി ഭയാനകമാണെന്നും ഒരു പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകിയ പശ്ചാത്തലം കൂടി ഉണ്ട്. അതോടൊപ്പം ഈ സ്പോട്ട് ബുക്കിങ്ങിന് പമ്പയിലേത് കൂടാതെ നിലയ്ക്കലിൽ 7 കൗണ്ടറുകൾ കൂടി സ്ഥാപിക്കും എന്നും ഇപ്പോൾ വിനോദ് തുടരാം. വിനോദ്, രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ ആളുകൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം, അതോടൊപ്പം ഈ വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ലഘുഭക്ഷണം കിട്ടുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കൃത്യമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഭയമുണ്ടാകുന്നുവെന്നാണ്. മാത്രമല്ല ഇവിടെ പല കരാറുകളും കൊടുത്തത് 16ാം തീയതിയാണ്. അതായത് ജീവനക്കാരിൽ ഒരു വിഭാഗത്തിനുള്ള ഭക്ഷണത്തിനുള്ള കരാർ നൽകിയത് 16-നാണ്. 16 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 15-ന് വൈകിട്ടാണ് നട തുറന്നത്. 16 എന്ന് പറയുമ്പോൾ വൃശ്ചിക പുലരിയാണ്. സീസൺ തുടങ്ങുന്ന മുഴുവൻ സമയം ദർശനം ലഭിക്കുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ ഈ ഭാഗം കൂടി നമുക്ക് ഇത് കാണാം. രഞ്ജിത്ത്, ഈ നാളികേരം ഉടയ്ക്കുന്നത് പോലെ അവിടെ വലിയ തിരക്കായതുകൊണ്ട് സാധാരണ നാളികേരം ഉടയ്ക്കുന്നതിന് വശത്തെ ചുമരിൽ ഭക്തർ നാളികേരം ഉടയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് 18ാം പടിക്ക് സമീപത്ത് നാളികേരം ഉടയ്ക്കാൻ കഴിയുന്നില്ല. അത്ര കണ്ട് ജനക്കൂട്ടം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ അതിന് വശത്തെ ചുമരിൽ നാളികേരം ഉടയ്ക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം എത്രമാത്രം ഭക്തരാണ് ഇവിടെ നാളികേരം ദേവസ്വം പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയകുമാർ, കേൾക്കാമെന്ന് കരുതുന്നു അല്ലേ? എന്താണ് സാർ ഒരു വലിയ ഭയാനകമായ സാഹചര്യം താങ്കൾ തന്നെ വിലയിരുത്തിയ പശ്ചാത്തലമുണ്ട്? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ക്രൗഡ് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഉണ്ട്. ക്രൗഡ് വലയിലുണ്ട്. ഒരു 1 ലക്ഷം പേരുള്ള ഉണ്ടെങ്കിലും ഇപ്പോ മരക്കൂട്ടത്തുനിന്ന് ഏതോ ഒരു സാഹചര്യത്തില് അവിടെ എന്തൊരു ഷെഡ് ദുർബലമാണെന്ന് പറഞ്ഞിട്ട് പോലീസ് വേറൊരു വഴി കൂടെ ബെയിലി പാലത്തിലൂടെ ആളുകളെ സന്നിധാനത്തിലേക്ക് വിട്ടു. ആ വിട്ടവരിവിടെ വന്നപ്പോ അവരിവിടെ ബ്ലോക്കഡായി ആ ഒരു ലോവർ തിരുവറ്റത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ആശങ്കാജനകമായ വിഷ്വൽസിലൂടെ കണ്ടത്. ഇപ്പോ അവരെ
മറ്റേ മീൻ ക്യൂവിലൂടെ കയറ്റി അവരെ തൊഴാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 മണി വരെ ദർശന സമയവും നീട്ടി, ഉച്ചയ്ക്ക് അടച്ചില്ല. 2 മണി വരെ നീട്ടിയിരിക്കുകയാണ്. തന്ത്രി അതിന് സമ്മതിച്ചു. അങ്ങനെ ഇപ്പൊ തൊഴുകൊണ്ടിരിക്കുകയാണ്. ആ ക്രൗഡ് ഇപ്പൊ അങ്ങ് മാറും. ആ ക്രൗഡ് മാറിക്കഴിഞ്ഞാൽ വേറൊരു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്, ഒന്ന് നിലയ്ക്കലിൽ ആളുകൾ ക്രമീകരിക്കണം. നിലയ്ക്കലിൽ നിന്ന് ആളുകൾ വരുന്നത് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം നോക്കിയിട്ടേ പാടുള്ളൂ. ഞാൻ സ്റ്റേഡിയത്തിൽ അത് കത്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ പമ്പയിലെ പിന്നെ സ്പോട്ട് ബുക്കിങ്ങിലാണ് ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. 70,000 മറ്റേ ബുക്കിംഗ് തീർന്നു. അത് സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ 20,000 നിജപ്പെടുത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം സ്പോട്ട് ബുക്കിംഗ് 20,000 പാടുള്ളൂ. കഴിഞ്ഞാൽ 20,000 സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുള്ളൂ. എന്നിട്ട് അതിൽ കൂടുതലാണെങ്കിൽ അവർ അടുത്ത ദിവസം അവർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കും എന്നുള്ള നിലയിലേക്ക് നിലയ്ക്കലിൽ നമ്മളിപ്പോൾ 7 പുതിയ പിന്നെ ബുക്കിംഗ് കൗണ്ടറുകൾ ഇപ്പോൾ സജ്ജമാക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ സജ്ജമാവും. അതോടൊപ്പം തന്നെ ക്യൂ കോംപ്ലക്സുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മരക്കൂട്ടം ടു ശരംകുത്തി വരെയുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 20 ക്യൂ കോംപ്ലക്സ് ഉണ്ട്. അത് നമ്മൾ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടാക്കിയതാണ്. അവരവിടെ സുഖമായിട്ട് അവർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ആളുകൾ കയറുന്നില്ല. അതവിടെ കയറ്റണം. അവർക്ക് അവിടെ വെള്ളവും ബിസ്ക്കറ്റും ചുക്ക് കാപ്പിയും എല്ലാം കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളോടുകൂടി അവരെ അതിനകത്ത് ഇരുത്തി കഴിയുമ്പോൾ നമ്മൾ ഈ വലിയ ടെൻഷൻ മാറിക്കിട്ടും. 10,000 പേരോളം അതിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഇടയ്ക്കൊരു ആശങ്ക നമുക്കും ഉണ്ടായി. കാരണം വളരെ പെട്ടെന്ന് പിന്നെ 100 കണക്കിന് ആളുകൾ വന്ന് അവിടെ ജാമായി. ബാക്കി ക്യൂലിരിക്കുന്നവർ ബഹളം ഉണ്ടാക്കുന്നു. ഇപ്പോൾ അത് ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പൊ പരിഹരിച്ചിട്ട് ഞാൻ ഇവിടെ നടക്കുന്നുള്ളൂ എന്നുള്ള മട്ടിൽ ഞാനിവിടെ സന്നിധാനത്ത് തന്നെ നിൽക്കുകയാണ്. ഈ തിരക്ക് ഇത്ര ക്രമാതീതമായ തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നതാണോ, അതോ ഈ മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത ഒരു പ്രശ്നമായി എന്നുള്ളതാണോ? ഒന്നുമല്ല, രണ്ടുമല്ല. കാരണം പ്രതീക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ബുക്കിംഗ് ഉള്ളതല്ലേ. ബുക്കിംഗ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കേണ്ട. അതിനാണല്ലോ ഈ വിർച്വൽ ക്യൂ സമ്പ്രദായമൊക്കെ വന്നതില്ലെങ്കിൽ ആളുകൾ ഇഷ്ടം പോലെ വരും. ഇപ്പൊ നമുക്കറിയാമല്ലോ 70,000 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. 25,000 30,000 പേര് അല്ലാതെ ഉണ്ട്. നമുക്കറിയാം 1,00,000 പേര് വരും. പക്ഷെ വന്നു കഴിയുമ്പോഴും ഈ മലയിൽ എന്താണ് പ്രശ്നം? ഈ 18ാം പടിയിലൂടെ കയറുന്നത് ഒരാള് ഒരു മിനിറ്റിൽ 80-90 പരമാവധി കയറുക. അവിടെ എന്തെങ്കിലുമൊക്കെ സ്ലോ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ബാക്ക്ലോഗ് അങ്ങ് താഴെ വരെ ഉണ്ടാകും. അപ്പൊ എപ്പോഴും എല്ലാ മിനിറ്റിലും 90 വെച്ച് ഇങ്ങനെ കയറിക്കൊള്ളുന്നില്ല. അവിടെ വയസ്സായ ഒരാൾ വരാം, പിന്നെ കാല് വയ്യാത്ത ഒരാൾ വരാം. അപ്പൊ സ്ലോ ആവും. അത് 40 കുറയും. അതിന്റെ ബാക്ക്ലോഗ് വരും. അതുകൊണ്ട് ക്യൂ ഇല്ലാതിരിക്കില്ല, തള്ളില്ലാതിരിക്കില്ല. പക്ഷേ എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നിൽക്കുന്നതിനൊന്നും ഈ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ 4-5 മണിക്കൂർ നിർത്തുക എന്നുള്ളത് ക്രൂരമാണ്. അത് നമ്മൾ പമ്പയിൽ തന്നെ റെഗുലേറ്റ് ചെയ്ത് കയറ്റിയെങ്കിൽ മാത്രമേ അത് ഒഴിവാക്കാൻ സാധിക്കൂ. ഇന്നലെയൊക്കെ ആ റെഗുലേഷൻ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോ ഏതായാലും പറഞ്ഞിട്ടുണ്ട് നിലയ്ക്കലിൽ സ്റ്റോപ്പ് ചെയ്യണം. നിലയ്ക്കലിൽ പമ്പയിലെ സ്ഥിതി നോക്കിയിട്ട് ആളുകളെ ഇങ്ങോട്ട് കയറ്റാൻ പാടുള്ളൂ. നന്ദി. അങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് നിയന്ത്രണാധീനമാണ്. അല്ല, അങ്ങനെ ആശങ്കാജനകമായിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ആശങ്ക നമുക്ക് വന്നു. ശരി സർ, നന്ദി പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 70,000 സ്പോട്ട് ബുക്കിംഗ്, വെർച്വൽ ക്യൂ വഴി വരിക. 20,000 ആളുകളെ സ്പോട്ട് ബുക്കിംഗായി നിജപ്പെടുത്തുമ്പോൾ 90,000 എന്ന കണക്കിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ വി വിനോദും അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. നമ്മുടെ ക്യാമറാമാനും ഉണ്ട് അവിടെ. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ വിനോദ് കാണിച്ച ദൃശ്യങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോകേണ്ടതായിരുന്നു. അവിടെ തേങ്ങ ഉടയ്ക്കുന്നതിനുള്ള അവിടെ ഭിത്തിയിൽ തേങ്ങ ഉടച്ച് ഭക്തർ മടങ്ങുന്ന സാഹചര്യമുണ്ട്. ഭക്തി സാന്ദ്രമായി ചെയ്യേണ്ട കാര്യമാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് എന്നുള്ളതാണ്. അത്രത്തോളം തേങ്ങ ഉടയ്ക്കുന്ന വഴിപാട് നടക്കുന്ന സ്ഥലത്ത് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമാണ്. വിനോദ്, ശരി, നമുക്ക് ആ വിശദാംശങ്ങളിലേക്കും ആ തിരക്കിലേക്കും പോകണം. വിനോദ് അവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം തന്നെ. തൽക്കാലം ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇന്നിപ്പോൾ ദർശന സമയം നീട്ടിയ ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണാതീതമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 1 മണി വാർത്ത, പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.